ഹായ് ഫ്രണ്ട്സ്, ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്ന ടോപ്പിക്കിൽ വരുന്ന സെൻട്രൽ വിജിലൻസ് കമ്മീഷനെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. സന്താനം കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം 1964 സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ നിലവിൽ വന്നത്. ആദ്യത്തെ സെൻട്രൽ വിജിലൻസ് കമ്മീഷണറായിരുന്നു എൻ ശ്രീനിവാസ റാവു. 2003 സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ ആക്ട് പ്രകാരം ഒരു സെൻട്രൽ വിജിലൻസ് കമ്മീഷണറെയും 2 വിജിലൻസ് കമ്മീഷണർമാരെയും നിയമിക്കാൻ വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. സെൻട്രൽ വിജിലൻസ് കമ്മീഷണറുടെ കാലാവധി 4 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് ഏതാണോ ആദ്യം വരുന്നത് അതായിരിക്കും സെൻട്രൽ വിജിലൻസ് കമ്മീഷണറുടെ കാലാവധി. പ്രധാനമന്ത്രി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി, ലോക്സഭ പ്രതിപക്ഷ നേതാവ് എന്നിവരുടെ ഉപദേശപ്രകാരം രാഷ്ട്രപതിയാണ് സെൻട്രൽ വിജിലൻസ് കമ്മീഷണറെ നിയമിക്കുന്നത്. സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. കൂടാതെ സ്റ്റാറ്റ്യൂട്ടറി പദവി നൽകുന്ന നിയമനിർമ്മാണം ഇന്ത്യൻ പാർലമെൻറ്റ് പാസാക്കിയ വർഷമാണ് 2003. സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ്റെ ആസ്ഥാനം സതർക്ത ഭവൻ, ന്യൂഡൽഹി. കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള മുഴുവൻ സ്ഥാപനങ്ങളിലെയും പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുകയും കാര്യക്ഷമമായും അഴിമതി വിമുക്തമായും പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുകയാണ് കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ്റെ മുഖ്യ ചുമതല. മുഖ്യ വിജിലൻസ് കമ്മീഷണറോ വിജിലൻസ് കമ്മീഷണർമാരോ എന്തെങ്കിലും ക്രമക്കേടുകൾ കാണിച്ചാൽ അവരെ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാനുള്ള അധികാരം രാഷ്ട്രപതിക്കാണുള്ളത്. ക്രമക്കേടിൻ്റെ പേരിൽ പിരിച്ചുവിട്ട ആദ്യ മുഖ്യ വിജിലൻസ് കമ്മീഷണറാണ് PJ തോമസ്. നിലവിലെ മുഖ്യ വിജിലൻസ് കമ്മീഷണറാണ് PK ശ്രീവാസ്തവ, അതായത് പ്രവീൺ കുമാർ ശ്രീവാസ്തവ.